ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റി സുകുമാരൻ നായർ. അയ്യപ്പ സംഗമത്തിൽ പിണറായിക്കൊപ്പം പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസിന് രൂക്ഷ വിമർശനം. തുടർഭരണം ഉറപ്പിച്ച LDF. ശബരിമല വികസനം ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ നിലപാട് മാറ്റവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പരിപാടിയിൽ നിന്നും വിട്ടുനിന്ന കോൺഗ്രസ് നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമാണ് NSS ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെയും BJPയെയും വിമർശിച്ച ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പിണറായി സർക്കാരിന്റെ നടപടിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തുവരുന്ന പശ്ചാത്തലത്തിലാണ് സുകുമാരൻ നായർ പിണറായി സർക്കാരിനെ പ്രശംസിച്ചും പ്രതിപക്ഷത്തെ വിമർശിച്ചും രംഗത്തു വരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് NSSന്റെ ലക്ഷ്യമെന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. യുവതി പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ നാമജപ ഘോഷയാത്രയുമായി ആദ്യം പ്രതിഷേധ സമരം നടത്തിയത് NSS ആണെന്നും തുടക്കത്തിൽ കോൺഗ്രസും BJPയും അതിൽ പങ്കുചേർന്നില്ലെന്നും വിശ്വാസികൾ കൂട്ടമായി എത്തിയതോടെ അവർ അതിന്റെ ഭാഗമാകുകയായിരുന്നുവെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. സുപ്രീം കോടതി വിധി ആചാരങ്ങൾക്ക് എതിരാണെങ്കിലും LDF സർക്കാർ യുവതി പ്രവേശനത്തിൽ നിർബന്ധം പിടിച്ചില്ല. അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ആചാരം സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല. ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും ആചാരം ലംഘിക്കുന്ന ഒന്നും ഉണ്ടാകില്ലെന്നും സർക്കാർ NSSന് ഉറപ്പ് നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അറിവോടെ ദേവസ്വം മന്ത്രി VN വാസവനാണ് ഈ ഉറപ്പ് നൽകിയത്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതെന്നും സർക്കാർ അവരുടെ നിലപാട് തിരുത്തുമ്പോൾ NSS സഹകരിക്കേണ്ടതുണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. അയ്യപ്പ സംഗമം സർക്കാരിന്റെ പശ്ചാത്താപമായി കാണുന്നില്ല. തെറ്റുതിരുത്തുക മാത്രമാണ് ഉണ്ടായതെന്നും സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് കോൺഗ്രസും BJPയും പരിപാടി ബഹിഷ്കരിച്ചത്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ മാത്രം മതിയാകുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അയ്യപ്പ സംഗമം പൊളിഞ്ഞുവെന്ന് പ്രതിപക്ഷം നിലപാട് കൈക്കൊള്ളുമ്പോഴാണ് സുകുമാരൻ നായർ അനുകൂല നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സുകുമാരൻ നായർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തില്ലെങ്കിലും NSSന്റെ പ്രതിനിധിയെ അയച്ചിരുന്നു. SNDP യോഗത്തെയും NSSനെയും ഒരേ വേദിയിൽ അണിനിരത്താനായത് വലിയ നേട്ടമായെന്നാണ് അയ്യപ്പ സംഗമത്തിൽ സർക്കാർ പറയുന്നത്. വേദിയിൽ വെള്ളാപ്പള്ളിയും NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാറും എത്തിയിരുന്നു. അതിനിടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കോൺഗ്രസിനെ വിമർശിക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു പറയുന്നത്. ത്രികോണ മത്സരത്തിന്റെ ഗുണം കൃത്യമായി LDFന് ലഭിക്കും. ഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. VD സതീശന്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നിരിക്കുന്നു. ധിക്കാരിയായ നേതാവായി VD സതീശൻ മാറിയിരിക്കുന്നുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ നേതാക്കളായ G. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒരേ സ്വരത്തിൽ പിണറായി സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെങ്കിൽ അത് നൽകുന്ന സൂചന പിണറായി സർക്കാർ മൂന്നാം തുടർ ഭരണത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.